സുഹൃത്തുക്കളെ, നമ്മുടെ മഹത്തായ ഭാരതത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ ചരിത്രം പരിശോധിച്ചാൽ, പുരാതന ചരിത്രവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ, മുമ്പ് ഭാരതത്തിനുണ്ടായിരുന്ന പല ഭൂപ്രദേശങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ ഓരോരോ രാജ്യങ്ങളോ രാജ്യങ്ങളുടെ ഭാഗങ്ങളോ ആയെന്ന് കാണാൻ കഴിയും. അതും കഴിഞ്ഞ് വൈദേശികാധിപത്യത്തിൻ്റെ ബാക്കിപത്രം എന്ന വണ്ണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ഇപ്പോഴത്തെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളായി തീർന്ന ഭൂപ്രദേശങ്ങൾ എന്നേക്കുമായി നഷ്ടമാവുകയുണ്ടായി. ഇന്നിപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ഓരോ ഭാഗവും നമുക്ക് നമ്മുടെ സ്വത്വബോധത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ജീവശരീരമാണ്. അതിലെ ഓരോ ജനവിഭാഗവും അവർ ജീവിച്ചിരിക്കുന്ന മണ്ണും നമ്മുടെ മാതൃഭൂമിയുടെ അവിഭാജ്യമായ ചേതനയാണ്, നമ്മുടേതെന്ന യാഥാർത്ഥ്യബോധമാണ്. എന്നാൽ നമ്മുടെ ഈ മാതൃഭൂമിയെ ജീവശരീരത്തിന് മുറിച്ചു മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് കുറച്ചു നാളുകളായി കാനഡയും ഖാലിസ്ഥാൻ ഭീകരവാദികളും. തുടക്കത്തിൽ കാനഡ ഒളിഞ്ഞായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ നാണവും മാനവുമില്ലാതെ പരസ്യമായിട്ടാണ് ഖാലിസ്ഥാനികൾക്കൊപ്പം ചുവടുവയ്ക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും ഖാലിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ചരിത്രം. സിഖ് സംസ്കാരവും ജനതയും ഇന്ത്യൻ മണ്ണിൻ്റെ ഹൃദയതാളമാണ്. എന്നാൽ ആ ഭൂവിഭാഗത്തെ ഒരു പ്രത്യേക രാജ്യമാക്കിയാൽ തങ്ങൾക്ക് കുറുക്കുവഴിയിൽ അധികാരികളാകാമെന്ന് ചിന്തിക്കുന്ന, മാതൃരക്തം കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ശപിക്കപ്പെട്ട ചില ജന്മങ്ങളാണ് ഇത്തരത്തിൽ സിഖ് രാഷ്ട്രവാദവുമായി ഖാലിസ്ഥാൻ ഭീകരപ്രസ്ഥാനം ആരംഭിച്ചതെന്ന് അതിൻ്റെ നാൾവഴികൾ പഠിച്ചാൽ വ്യക്തമായി മനസ്സിലാകും. 1978 ആരംഭിച്ച ഖാലിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ മറവിൽ ഭീകരവാദവും അഴിഞ്ഞാട്ടങ്ങളും നടത്താൻ തുടങ്ങി പരിധി വിട്ടപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികളെ കൊന്നൊതുക്കിയതും അതേ വർഷം തന്നെ ഇന്ദിരാഗാന്ധി അംഗരക്ഷകരായ ഭീകരന്മാരാൽ വധിക്കപ്പെട്ടതും ചരിത്രം. ആ ചോര തീണ്ടുന്ന ചരിത്ര വഴികളിലേക്ക് ഇന്ത്യയെ വീണ്ടും വലിച്ചിഴയ്ക്കാമെന്ന് കരുതിയാണ് ഖാലിസ്ഥാൻ ഭീകരന്മാരും അവർക്കൊപ്പം കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയും ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഖാലിസ്ഥാൻ വാദം, ഇന്ത്യാവിരുദ്ധ നീക്കങ്ങൾ കനേഡിയൻ മണ്ണിൽ അനുവദിക്കില്ലെന്ന് ഒരിക്കൽ പ്രതിജ്ഞ ചെയ്ത ആളാണ് ജസ്റ്റിൻ ട്രൂഡോ എന്നോർക്കണം. ആ ട്രൂഡോയാണ് അവസരവാദിയായി ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നതാണ് വിചിത്രമായ വൈരുദ്ധ്യം. ഖാലിസ്ഥാൻവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതും കാനഡ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചധികം നാളുകളായി. ഇന്ത്യ വ്യക്തമായി മനസ്സിലാക്കി ഇക്കാര്യത്തിൽ പലപ്പോഴും വളരെ മാന്യമായും ഗൗരവത്തിലും കാനഡയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അവർ ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രത്തെ കളിയാക്കുന്ന രീതിയിൽ ഖാലിസ്ഥാൻ ഭീകരർക്ക് പൂർവാധികം പിന്തുണയുമായി മുന്നോട്ടു പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യക്ക് അതിൻ്റെ ശക്തി തെളിയിക്കേണ്ടത് ആവശ്യമാണല്ലോ. എന്തായാലും ശരി, കാനഡയിലും പാകിസ്ഥാനിലുമായി ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യക്കെതിരെ ഖാലിസ്ഥാൻ വാദമുയർത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ പതാകയെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്ത, അപമാനിച്ച ഓരോരോ ഖാലിസ്ഥാൻ ഭീകരവാദികളും ഇന്ത്യൻ ഏജൻസികളുടെ ലിസ്റ്റിൽപ്പെടുകയും ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുന്നു. ഒന്നുകിൽ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ അപ്രത്യക്ഷരാകുന്നു എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് ചീഫ് ആയിരുന്ന പരംജിത്ത് പഞ്ചവാർ പാകിസ്ഥാനിലെ ലാഹോറിൽ വച്ച് കൊല്ലപ്പെടുകയുണ്ടായി. മറ്റൊരു ഖാലിസ്ഥാൻ ഭീകരനായിരുന്ന സുഖാ ടങ്കെ കാനഡയിൽ വച്ച് കൊല്ലപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റൊരു ഭീകരനായ ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ വച്ച് കൊല്ലപ്പെട്ടത് ഇന്ത്യക്കെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടാക്കിയിരുന്നു. എന്നാൽ ഒരാഴ്ചയ്ക്കകം തന്നെ മറ്റൊരു ഭീകരവാദിയായ അവതാർ സിംഗ് ഖണ്ട ഇന്ത്യൻ പതാകയെ വലിച്ചെറിഞ്ഞ് അപമാനിച്ചതിന് ഇന്ത്യൻ ഏജൻസികളുടെ റഡാറിലായിരുന്ന ഖണ്ട കൊല്ലപ്പെട്ടു. ഖാലിസ്ഥാൻ ഭീകര സംഘടനയുടെ മറ്റൊരു നേതാവായ ലഖ്ബീർ സിംഗ്
പാകിസ്ഥാനിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതും ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ഇങ്ങനെ ഇവർ ഓരോരുത്തരായി കൊല്ലപ്പെട്ടത് ഈ അടുത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്നും നടപടി വേണമെന്നുമുള്ള കാനഡയുടെ ആരോപണത്തിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കൂ എന്ന അർഹിക്കുന്ന മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോഴിതാ ഇന്നലെ ഖാലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട് കാനഡയുടെ തനി നിറം പുറത്താക്കുന്ന ഒരു സംഭവം വിവാദമായിരിക്കുന്നു. ഖാലിസ്ഥാൻ ഭീകരവാദികൾ അവരുടെ ആശയപ്രചരണാർത്ഥം നടത്തിയ ഖൽസാ ദിനാഘോഷത്തിൽ പരസ്യമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്തിരിക്കുന്നു. ട്രൂഡോയുടെ സാന്നിധ്യത്തിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളികളും പ്രകടനങ്ങളും നടത്തുകയുണ്ടായി എന്നത് ട്രൂഡോ സർക്കാരിൻ്റെ പരസ്യ നയമാണ് വ്യക്തമാക്കുന്നത്. ഇതുവരെ ഖാലിസ്ഥാൻ ഭീകരവാദികളെയും അവരെ പിന്തുണയ്ക്കുന്ന ട്രൂഡോ സർക്കാരിൻ്റെ ഇത്തരം സമീപനങ്ങളെയും നിശ്ചിതമായി വിമർശിച്ചു വന്നിരുന്ന കാനഡയിലെ പ്രതിപക്ഷ നേതാവും ഈ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് ഖാലിസ്ഥാൻ ഭീകരർക്ക് പരസ്യമായി പല കാര്യങ്ങളിലും വൻ വാഗ്ദാനങ്ങളും നൽകി സംസാരിക്കുകയുണ്ടായി. അതും പരസ്യമായി പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് എന്നുള്ളത് ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രമല്ല, ഇത് അപകടകരമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. കനേഡിയൻ സർക്കാരോ കാനഡയിലെ രാഷ്ട്രീയ സമൂഹമോ മാത്രമല്ല, മറ്റാരൊക്കെയോ കൂടി ഇതിനു പിന്നിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. പാകിസ്ഥാൻ ഇതിനു പിന്നിലെ ഒരു സ്പോൺസറാണെന്ന് ഇതിനോടകം ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിലുപരി മറ്റു ചില രാജ്യങ്ങൾ ഇതിനു പിന്നിൽ കളിക്കുന്നുവെന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇത് നൽകുന്നത്. പകൽ ഇന്ത്യയോട് സൗഹൃദം കാണിക്കുന്നുവെങ്കിലും ഇരുട്ടത്ത് ശത്രുപക്ഷത്താണോ ചില പ്രധാന രാജ്യങ്ങൾ എന്നതും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് തിങ്കളാഴ്ച കാനഡ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സ്റ്റെവാർട്ട് വീലറെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ അതിശക്തമായ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. കാനഡയിലെ മണ്ണ് ഖാലിസ്ഥാൻവാദികൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കുന്നതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന ഗുരുതരമായ വീഴ്ച ഉയർത്തിക്കാട്ടുകയുണ്ടായി. എന്തായാലും ഒരു കാര്യം വ്യക്തം, നമ്മൾ എല്ലാ ഇന്ത്യക്കാരുടെയും ധമനികളിൽ ഓടുന്ന ജീവരക്തത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പഞ്ചാബും ഏതൊരു ഇന്ത്യൻ സംസ്കാരവും പോലെ സിഖ് സംസ്കാരവും. അതിനെ അങ്ങ് അടർത്തി മാറ്റാമെന്നത് വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവും. അതങ്ങനെയാണെന്ന് തെളിയിക്കാൻ ഇന്ത്യക്ക് പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശികാധിപത്യത്തെയും ഭൂഗോളമാകമാനമായി പരന്നുകിടന്നിരുന്ന സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കി സ്വാതന്ത്ര്യം തിരിച്ചുപിടിച്ച നാടാണിത്. രാഷ്ട്രസ്നേഹികളുടെ നാട്. അങ്ങനെയുള്ളൊരു നാടിനെ ഇവരെന്തു ചെയ്യാൻ? നമസ്തേ.